ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സദ്യയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത വിഭവങ്ങളിൽ ഒന്നാണല്ലോ അല്ലേ പായസം. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പായസം തന്നെ ആയിക്കോട്ടെ അല്ലേ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അവൽ വെച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിതിൽ ഉണക്കമുന്തിരിക്ക് പകരം ഒരു ചേരുവ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാം കേട്ടോ. ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള എല്ലാ പായസങ്ങളുടെയും അതുപോലെ തന്നെ അവൽ വെച്ചുണ്ടാക്കുന്ന നല്ലൊരു ഹെൽത്തി സ്നാക്കിൻ്റെയും വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്കായി ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൽ പായസത്തിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ പുതിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് അതെല്ലാം മിസ്സാവാതെ കാണാം കേട്ടോ. 2 കപ്പ് അവലാണ് നമുക്ക് പായസത്തിലേക്കായിട്ട് വേണ്ടത്. ഇത് ആദ്യം നെയ്യിലൊന്ന് വറുക്കാം. അതിനായി 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടായ പാനിലേക്ക് ചേർക്കാം. നെയ്യ് ചൂടായാൽ അവൽ ചേർത്ത് കൊടുക്കാം. വെള്ള അവൽ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ബ്രൗൺ കളറിലുള്ള അവലായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പായസം ഉണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ നല്ല തിന്നായിട്ടുള്ള അവൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അവൽ നല്ലപോലെ വഴന്നു വന്നാൽ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. പായസമോ പുഡിങ്ങോ അതല്ല ഏത് സ്വീറ്റ് ഉണ്ടാക്കുമ്പോഴും മധുരത്തിന് പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ് മിൽക്ക് ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടും. പായസത്തിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് പാലിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ 1.5 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഈ ഒരളവിൽ പായസം ഉണ്ടാക്കുമ്പോൾ അധികം ലൂസോ അല്ല അധികം തിക്കോ അല്ലാത്ത പായസം നിങ്ങൾക്ക് റെഡിയാക്കാം. ഇതിവിടെ ഇരുന്ന് ചെറുതായി ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഈ പായസത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അതിനായി 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചൂടായ പാനിലേക്ക് ചേർക്കാം. പഞ്ചസാര കട്ട പിടിക്കാതിരിക്കാനായി പരത്തിയിട്ട് കൊടുക്കാം. ഇനി എപ്പോഴും അങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ സേമിയ പായസവും ഈസി അടപ്പായസവും ഒക്കെ ഉണ്ടാക്കുമ്പോൾ മിക്കവരും ചെയ്യാറുള്ളത് തന്നെയാണല്ലോ അല്ലേ ഇത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പാലട പായസത്തിൻ്റെ കളർ മാത്രമല്ല നല്ലൊരു ടേസ്റ്റും പായസത്തിന് കിട്ടും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കരിഞ്ഞു പോകാതിരിക്കാനായി ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കണേ. പഞ്ചസാര ഏകദേശം മുഴുവനായി മെൽറ്റായി വന്നാൽ നമുക്കിതിലേക്ക് 3/4 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. കയ്യിൽ പെട്ടെന്ന് തിളയ്ക്കുമ്പോൾ തെറിക്കാതിരിക്കാനായി കുറച്ച് മാറി നിന്ന് ഒഴിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. വെള്ളം ചേർത്ത വഴിക്ക് പഞ്ചസാര ഒന്ന് കട്ടാവും. പിന്നെ തിളയ്ക്കും തോറും അത് മെൽറ്റായിക്കോളും. 2-3 മിനിറ്റ് നന്നായി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ പാല് നന്നായി തിളച്ച് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര കാരമലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് കൂടെ നന്നായി തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. നിങ്ങൾക്ക് ഫ്ലേവറിനായിട്ട് ഇതിലേക്ക് ഏലക്കായ പൊടിച്ചത് അല്ലെങ്കിൽ കുറച്ച് ചുക്ക് പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായി വേറൊരു പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ മുന്തിരിക്ക് പകരം ഇതിൽ ചേർക്കുന്നത് നേന്ത്രപ്പഴമാണ്. പഴം ചെറുതായിട്ട് ഗോതമ്പ് പായസത്തിലും പിന്നെ പാൽവാഴക്ക ഉണ്ടാക്കുമ്പോഴും നന്നായിട്ടൊക്കെ ചേർക്കാറുള്ളത് തന്നെയാണ്. എല്ലാവർക്കും ഒന്നും ഇതൊരു പുതുമയുള്ള കാര്യമാവില്ല. പക്ഷേ ഈ അവൽ പായസത്തിൽ ഇങ്ങനെ പഴം നെയ്യിലുമായിട്ട് ചേർക്കുമ്പോൾ എക്സ്ട്രാ ഒരു ടേസ്റ്റ് തന്നെയാണ്. ഞാൻ ഗോതമ്പ് പായസത്തിൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളതിലും മുന്തിരിക്ക് പകരം പഴം തന്നെയാണ് ചേർത്തിട്ടുള്ളത്. പഴം ചെറിയ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് നന്നായി വഴന്നു വന്നാൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഇത് പായസത്തിലേക്ക് ചേർക്കാം. ഒപ്പം തന്നെ വഴറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ചേർക്കാം. അപ്പോൾ നമ്മുടെ അവൽ പായസം ഇവിടെ റെഡിയായി. പായസം കുടിക്കുമ്പോൾ അവൽ വെച്ചുണ്ടാക്കിയതാണെന്നൊന്നും തോന്നിയേയില്ല. കിടിലൻ ടേസ്റ്റാണ്. ഉറപ്പായിട്ടൊന്നും ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറൊക്കെ ചെയ്യുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി തന്നെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.